നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ബട്ട് ഓൺ ദി വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇത് ഇപ്പം അവിടെ എല്ലാം കറങ്ങി കഴിഞ്ഞ് പിന്നെ വഴി സൈഡിൽ കുറച്ച് ഫോട്ടോസ് അങ്ങനെയുള്ള സംഭവമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത് ആർലിംഗ്ടൺ റോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ആർലിംഗ്ടൺ റോയും നമ്മുടെ ഈ കോട്സ്വോൾഡിലെ ഒരു ഗ്രാമപ്രദേശമാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമം എന്നൊക്കെയാണ് വിക്കിക്കകത്തൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ പോയിട്ട് അതിലെ കൂടെയുള്ള ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ കൂടെയുള്ളൊരു നടക്കുന്നു, അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ആണ്. ഇവിടെ നിന്നുള്ള വഴികളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയുള്ള വഴികൾ. അതായത് ഒരു തിരക്കും ഇല്ലാത്ത റൂട്ടാണ്, ശരിക്കും ശാന്തമായിട്ടുള്ളൊരു വഴിയാണിത്. ഗ്രാമപ്രദേശത്തെ വഴിയാണിത് കേട്ടോ. ഫുള്ള് ഒരു വണ്ടിക്ക് മാത്രമേ പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതെല്ലാം ബൈബറി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതുപോലെ പാസിംഗ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് അവിടെ നിർത്തി തന്നു. നമ്മളിവിടെ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സൈഡിലായിരിക്കും. ഇത് മറ്റുള്ളവരിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 1.3 മൈൽസും കൂടെ നമുക്ക് പോകാൻ വേണ്ടി കാണിക്കുന്ന ഒരു 6 മിനിറ്റും കൂടെ. നമ്മൾ ആർലിംഗ്ടൺ റോയുടെ അടുത്തെത്തി കേട്ടോ. വെറും 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ്. ഇവിടെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും നമുക്ക് പാർക്കിംഗ് നോക്കാം. ബൈബറി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്കിവിടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൽ നടക്കാം കേട്ടോ. നമുക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് കിട്ടി കേട്ടോ. പൊളിച്ചു. നമ്മൾ അങ്ങനെ വന്ന് എവിടെയാണ് എത്തിയത്? ആർലിംഗ്ടൺ റോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ മാപ്പിട്ട് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനേക്കാളും ഭംഗിയുള്ളൊരു സ്ഥലം മുന്നോട്ട് കണ്ടു. അപ്പോൾ നേരെ വണ്ടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബൈബറി ട്രോട്ട് ഫാം ആൻഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്തി. അതിപ്പം ഇടത്ത് വശത്താണ് ഉള്ളത്. പക്ഷേ ബൈബറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 2 സാധനങ്ങളും ഉള്ളത്. എങ്ങനെയുള്ള സ്ഥലം? അടിപൊളി വില്ലേജ്. നമുക്ക് അവിടെ ഒരു പാലമൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലുണ്ടല്ലോ, ഇത് നമുക്കിത് വിവിയുടെ വണ്ടി ഇട്ടു, ഞാനവിടെ വണ്ടി ഇട്ടു. ഭാഗ്യത്തിന് ഇവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടി കേട്ടോ. ഒരാൾ വണ്ടി എടുത്തുകൊണ്ട് ഓടുമ്പോഴത്തേക്ക് നീ വട്ടം കറക്കി കയറ്റിയല്ലേ. അവിടെ നിന്ന് അങ്ങോട്ട് ഇട്ട് നമുക്കിനി മുന്നോട്ടേക്ക് നടക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ബൈബറി എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പം ബൈബറിയുടെ ഫുള്ള് ഇതുണ്ടോ, ബൈബറി വെൽക്കം എന്ന് പറഞ്ഞിട്ടൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യു ആർ ഹിയർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന മാപ്പാണ് മുഴുവൻ നമുക്ക് പോകേണ്ടത്. ഫുള്ള് വില്ലേജിൻ്റെ ഇതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഈ കാണുന്നുണ്ടോ, ഈ ആർലിംഗ്ടൺ റോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളവിടെ പോകുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നടന്നു പോകാവുന്ന, വീൽ ചെയറിലൊക്കെ പോകാവുന്ന റൂട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മളിവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ഒരു റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തെ നിന്നിച്ചിട്ട് നമുക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗി, പറഞ്ഞറിയിക്കാൻ വല്ലാത്ത ഭംഗിയുള്ള സ്ഥലമാണ്. വിവിയാണ് ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങി. വിവിയും നിമ്മിയും വന്നിട്ടുണ്ട്. കുക്കു ഐക്കി ഒക്കെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ആർലിംഗ്ടൺ റോ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല, നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ശരിക്കും നമുക്ക് ഇവിടുന്ന് ഒരു റൗണ്ടിൽ അങ്ങോട്ടേക്ക് നടക്കാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പാലം വഴിയൊക്കെ ഇങ്ങനെ അതിലേ പോയി നടന്ന് തിരിച്ചു വരുന്നു. തിരിച്ച് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഈ പാർക്കിങ്ങിൽ തന്നെ നമ്മൾ എത്തുന്നതാണ് കേട്ടോ. പോളി സ്ഥലം മക്കളെ, ഒരു പ്രാവശ്യം ഇവിടെ വരണം കേട്ടോ. പോർട്സ്മൗത്തിൽ നിന്ന് 2.5 മണിക്കൂർ ആണ് ട്രാവൽ ടൈം കാണിച്ചത്. 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതിന് ഫ്രണ്ടിലുള്ള ഇതൊക്കെ കാണിച്ചു തരാം ഞാൻ. ഇത് ഹോട്ടൽസ് ആണോ വീടുകളാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മുടെ ബൈബറി വില്ലേജിൻ്റെ ഇത് സ്വാൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് സൈഡ് കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി. നമ്മളിവിടുന്ന് ആർലിംഗ്ടൺ റോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 220 യാർഡാണ് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ.
ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബിബി ഒരു ഡയലോഗ് പറഞ്ഞു, ഒന്നും കൂടെ ബിബിനെ കൊണ്ട് പറയിപ്പിക്കുക. അതായത് ശരിക്കും നമ്മൾ മറ്റേ ഈ കമ്പ്യൂട്ടറിൽ മറ്റേ എന്താണ് പറയുക, കലണ്ടറിലും നമ്മൾ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ സേവറൊക്കെ ആയിട്ട് കാണുന്ന കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമും നമുക്ക് തോന്നുന്നത്. നമ്മൾ അന്നൊക്കെ വിചാരിക്കും അതൊക്കെ എഡിറ്റിംഗ് ആയിരിക്കുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഇതൊക്കെ റിയലാണെന്ന്. ശരിക്കും ഇവിടെ എവിടെ ക്യാമറ വെച്ചാലും നമുക്ക് അതേ ലുക്കാണ് എല്ലായിടത്തും കിട്ടുന്നത്. ഇത് ശരിക്കും ഇംഗ്ലണ്ടിലുള്ള എല്ലാവരും ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം, കാണേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഫുൾ ഡേ ഇവിടുത്തെ. അപ്പോൾ മോർണിംഗ് ഒക്കെ എന്തായിരിക്കും, ഈവനിങ് ഈ വൈബാണെങ്കിൽ അല്ലേ, മോർണിംഗിലൊക്കെ ഭയങ്കര ഇത്ര തിരക്കൊന്നും ഉണ്ടാവില്ല. ഏയ് ജൊഹാൻ, വാ 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 ജൊഹാന, അങ്ങനെ കടന്നു പോ. അങ്ങനെ ഒരു ആറിങ്ടൺ റോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ആളുകൾ താമസം ഉണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല കേട്ടോ, പക്ഷെ വേറൊരു ലോകത്ത് വന്ന ഫീലാണ്. ഗൈസ്, അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വന്നേ അതിലേക്കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ വന്നേ അവിടെ എത്തും, പാലത്തിൻ്റെ അവിടെ. അപ്പോൾ ഇതൊരു ചെറിയൊരു എന്താ പറയുന്ന ഒരു കണക്റ്റഡ് ആണ്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാവുന്ന ഒരു സർക്കിൾ പോലെ കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു ഭംഗി നോക്കി അങ്ങോട്ടേക്ക്. ഇംഗ്ലണ്ടിലെ സ്വർഗം എന്ന് പറഞ്ഞിട്ടേ ഒരു ചേതാർ ഗോർജിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു ഗ്രാമം ആണ് ഈ ആർലിങ്ടൺ റോ അല്ലെങ്കിൽ ബൈബറി എന്ന് പറഞ്ഞിട്ട്. അപ്പം തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമമാണിത്, ബൈബറി. നമ്മൾ നടന്ന് വന്നിട്ട് എത്തുന്നത് കണ്ടോ, ഇതുപോലുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് മുന്നോട്ടേക്കും ഇതുപോലെ തന്നെയാണ് സ്ഥലം. ബൈബറി പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് അവിടെ കിടക്കുന്നത് കേട്ടോ, പോസ്റ്റ് ഓഫീസാണ്. പിന്നെ ഉണ്ടോ ഇതിൻ്റെ അകത്തൊന്നും താമസം ഉണ്ടോയെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എല്ലാവരും മടുത്ത് അവശരായിട്ട് ഇവിടെ വന്നിരുന്നു. ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ നേരെ അവിടെ നിന്ന് പോയി പഴയ ആ പാലത്തിൻ്റെ അങ്ങോട്ട് കയറി കഴിഞ്ഞു. അപ്പോൾ അതാണ് ബൈബറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇതാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നയിക്കുകയാണെങ്കിൽ കുറേ ഇതൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാടാ ഇത്? അടിപൊളി സ്ഥലം എന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. നമുക്ക് ഒരു മസ്റ്റ് വിസിറ്റിൻ്റെ ലിസ്റ്റിൽ പെടുത്താവുന്നൊരു സ്ഥലം, കിടു സ്ഥലമാണ് കേട്ടോ. മറ്റൊരു സ്ഥലമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമ്മൾ വരുന്നുണ്ട് വേറൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അല്ലേ. നമ്മൾ റെഗുലറായിട്ട് വ്ളോഗ് ഇടുന്ന ആളൊന്നും അല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിലപ്പോൾ സെയിം ടീം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ടീമായിട്ട്. ബൈ ബൈ.